ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടാൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാൻ പറ്റണം. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ 5 ഫംഗ്ഷനുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്കിയിടാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്രാഫ് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് ഗ്രാഫ് നോക്കി മനസ്സിലാക്കാം, എന്നിട്ട് മറ്റേ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസ്, എക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഫംഗ്ഷൻ അല്ലേ, അതായത് കൂടി 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 പോകുന്ന ഫംഗ്ഷനാണ് ആണ്. ഈ ഫംഗ്ഷൻ നോക്കിയേ, ഈ ഫംഗ്ഷനും എന്താണ്, കൂടി കൂടി കൂടിയാണ് പോകുന്നത്. എക്സ് കൂടുന്നതനുസരിച്ച് കൂടി 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 കൂടിയാണ് പോകുന്നത്. ആദ്യത്തെ 2 പറയാൻ പോവുകയാണ് ഞാൻ. നോക്കിയേ, ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഇൻക്രീസ് തന്നെയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് പുള്ളി ഒന്ന് നിന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഫംഗ്ഷൻ നോക്കിയേ, ഈ ഫംഗ്ഷൻ ഇങ്ങനെ പോയി 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 ഇത് ഇവിടെ വന്നപ്പോൾ